അബോർഷൻ ചെയ്യാനൊന്നും പ്രയാസമില്ലാതായി മാറി. ഞങ്ങളുടെ തലമുറ അങ്ങനല്ല. അയ്യോ അബോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമമായിരുന്നു. പണ്ടും ഇതൊക്കെ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇന്ന് ഓയോ റൂംസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ് ഇവർക്ക്. കോണ്ടം 100% ഇഫക്റ്റീവ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒരു 60% പ്രഗ്നൻസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ ഈ കുട്ടികൾ ഈ ആരോടും പറയാതിരുന്ന് വീട്ടിലിരുന്ന് ബ്ലീഡ് ചെയ്ത് ഡെത്ത് ആവാം. ഇങ്ങനെ പോയി വേറൊരാളിനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി പ്രഗ്നൻസി ആവുമ്പോൾ അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ ആ കുഞ്ഞിനെ വളർത്തണം അവർ. ഇന്നത്തെ ടീനേജ് മുതൽ ആ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറവാണ് ഇന്നത്തെ ടീനേജേഴ്സിന്. അവർക്ക് ഇങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോവുക. ആൺ പെൺ സൗഹൃദങ്ങൾ പണ്ടത്തെ കാലം പോലെയല്ല അവർക്ക്. പക്ഷേ ട്രൂ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആൺ പെൺ സൗഹൃദങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഫിസിക്കൽ റിലേഷനിലോട്ട് പോകുന്നുമുണ്ട്. മിക്ക ആൺ പെൺ സൗഹൃദങ്ങളും അങ്ങനെ പോകുന്നു. അതിൽ തെറ്റ് കാണുന്നില്ല ഇന്നത്തെ കുട്ടികൾ. നമുക്കും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് എന്താ, ഞങ്ങളല്ലേ ചെയ്യുന്നത്, ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട്. അതെ, ഇത് ഞങ്ങളുടെ ബോഡി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വോണ്ട് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഡോക്ടർ കാഴ്ചപ്പാടിൽ അതുണ്ടാക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അതുണ്ടാക്കാവുന്ന എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായും നമ്പർ 1 ഞാൻ പറയാം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. പണ്ട് കാലത്ത് യങ് ജനറേഷൻ അൺമാരീഡ് കുട്ടികൾ പെൽവിക് ഇൻഫ്ലമേഷനായിട്ട് വരാറില്ല. പെൽവിക് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സെക്ഷൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ ലൈംഗിക അവയവങ്ങളിൽ ഇൻഫെക്ഷൻ വരിക. അതൊക്കെ മാരീഡ് വിമന് വന്നുകൊണ്ടിരുന്നൊരു അസുഖമാണ്. ഇപ്പം അതങ്ങനെയല്ല. നമ്മൾ പറയും ഈ വെള്ളപ്പോക്ക്, വജൈനൽ ഡിസ്ചാർജ്, അടിവയറിൽ വേദന, നടുവേദന, ഇതെല്ലാം ആ ഒരു പെൽവിക് ഇൻഫെക്ഷൻ, നമ്മുടെ ആ ലൈംഗിക അവയവങ്ങളുടെ അണുബാധയാണ് കാണിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഈ സെക്ഷൽ എക്സ്പോഷർ, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വേർജിനായിട്ട് വന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നു, ആൺകുട്ടിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഇവരെല്ലാം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ് ഇവർക്ക്. ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു പാർട്ട്ണർ, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ മറ്റൊരു പാർട്ട്ണർ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോൾ വേറൊരു പാർട്ട്ണർ. ഫ്രണ്ട്ഷിപ്പാണ് അത്, പക്ഷേ ഈ സെക്ഷൽ പാർട്ട്ണറായി മാറും. അപ്പം മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ആകുമ്പോഴത്തേക്കും പെൽവിക് ഇൻഫെക്ഷൻ, ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ക്രോണിക് എന്ന് പറഞ്ഞാൽ അത് മാറാത്തൊരു ഇൻഫെക്ഷനായി മാറും. മനസ്സിലായില്ലേ? അവന്റെ ഒരു സംശയമാണ്, അത് ഈ പറയുന്ന സയന്റിഫിക്കലുള്ള സംശയമാണ്. ഒരാൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു റിലേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ബാക്ടീരിയ അത്രയും ദിവസം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലുണ്ട്. അങ്ങനെ വേറൊരാൾ അങ്ങനെ ഒരു അല്ല, അത് അൺട്രീറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ ഒരാളിന് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് ചികിത്സിക്കുന്നില്ല എന്ന് വെച്ചോളൂ. ഈ കുട്ടികൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പേരൻസിനോട് പറയാൻ പറ്റില്ല എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്ന്. ഈ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലപ്പം ഒരിക്കൽ കണ്ടവനോ രണ്ടാമത് കണ്ടവനോ ആകാം, പിന്നെ അയാളെ കാണുന്നില്ലല്ലോ. ആദ്യമായിട്ടാണ് ഈ ബന്ധം എല്ലാവരോടും പരസ്പരം. തീർച്ചയായും. അപ്പോൾ അവർക്ക് ഇത് ഒന്ന് പറയാനുള്ളൊരു സ്റ്റേജ് നമ്മുടെ രാജ്യത്തില്ല. ഓടിച്ചെന്ന് ഒരു STD ക്ലിനിക്കിൽ പോവുക, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ക്ലിനിക്കിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതുണ്ട്. ഞാൻ എക്സ്പോസ്ഡ് ആണ്, എനിക്കത് ചെയ്യണം, എനിക്കത് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അതില്ല. ഇവിടെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പോയി ഓപ്പണായിട്ട് ചോദിക്കാനുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മളുടെ നാട്ടിലായിട്ടില്ല. അപ്പോൾ ഈ അൺട്രീറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ യൂട്രസിൽ, ട്യൂബിൽ, ഓവറിയിലൊക്കെ ഇൻഫെക്ഷൻ വരാം, വജൈനൽ ഡിസ്ചാർജ്. അപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ നിന്ന് മറ്റേ പകരം മറ്റേ നിന്ന് ഈ പാർട്ട്ണറേയും കൂടി ട്രീറ്റ് ചെയ്താലേ ഇത് മാറുള്ളൂ. ഫീമെയിലിൻ്റെ മെയിലിലേക്കും പകരാം. ഇപ്പോൾ ഒരു മെയിലിൽ നിന്ന് ഒരു ഫീമെയിലിന് കിട്ടി, ആ ഫീമെയിലിൽ നിന്ന് അടുത്ത പാർട്ട്ണറിന് കിട്ടി. അങ്ങനെയാണിത് പടർന്നു പോകുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പറയുമല്ലോ, ഈ റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് വന്ന അസുഖം വരും എന്ന് പറഞ്ഞതാണ്. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്, ഈ ഇൻഫെക്ഷൻ്റെ റേറ്റ്. അതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇപ്പം അൺമാരീഡ് കുട്ടി പ്രസവിച്ച് വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സങ്കല്പിക്കാനായിട്ടില്ല. പല രാജ്യത്തും അതുണ്ടെങ്കിൽ പോലും. പിന്നെ അപ്പോൾ അങ്ങനെ അൺവാണ്ടഡ് പ്രഗ്നൻസി അത് പിന്നെ ടെർമിനേറ്റ് ചെയ്യണം, അത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണം.
അതിൻ്റെ മാനസിക പ്രയാസങ്ങൾ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്. എബോർഷൻ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണ്ടേ? പാർട്ട്ണറോ പേരൻസോ വരണ്ടേ? അതിൻ്റെയൊക്കെ ഇപ്പം മാനസിക പ്രയാസം, സാമ്പത്തിക പ്രയാസം, ശാരീരികമായിട്ട് എപ്പോഴും എബോർഷൻ ചെയ്യാൻ പറ്റുമോ? അതിൻ്റേതായ പ്രോബ്ലംസ്. വളരെ നേരത്തെയുള്ള എബോർഷൻസ് അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ്, ബ്ലഡ് ലോസ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരിക്കൽ അബോർഷൻ ചെയ്തു എന്ന് പറയുന്നൊരു സംഭവം അത് ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീൻസ് ഒരു കാര്യം, ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മനസ്സിലായി, അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ എന്ന് പറയണോ, അല്ലെങ്കിൽ അല്ലേ അതുകൊണ്ട് അടുത്ത പ്രഗ്നൻസിക്ക് പ്രോബ്ലംസ് ഉണ്ടായി. അത് മാത്രമല്ല, അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കണ്ടുപിടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ കണ്ടുപിടിക്കണം നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ. ഈ പറയുന്ന പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഉണ്ടാവാം. പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഉണ്ടാവാം. കാരണം ഏർലി പ്രഗ്നൻസി അബോർഷൻസ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. ചിലർ ഈ ഇറഗുലർ പീരീഡ് ഒക്കെ ഉള്ളവർ ചിലപ്പോൾ 5 months ആയിരിക്കും അബോർഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അബോർഷൻസ് അടുത്ത പ്രഗ്നൻസിയിൽ ആ യൂട്രസിൻ്റെ സെർവിക്സിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അബോർഷൻ സാധ്യത കൂടുതലാണ്. പിന്നെ അബോർഷൻസിൽ ഒരു ഇൻഫെക്ഷൻ്റെ റിസ്ക് ഉണ്ട്, ട്യൂബൽ ബ്ലോക്ക് വരാം, അങ്ങനെയൊക്കെ. അതൊന്നും അത്ര കോമൺ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മാരീഡ് പെൺകുട്ടികൾക്ക് അബോർഷൻ വരുന്നില്ലേ, അപ്പോൾ അവർക്ക് അടുത്ത പ്രഗ്നൻസി കിട്ടുന്നില്ല, അതൊന്നും അങ്ങല്ല. ഈ പെൺകുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്ന, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഒരു അൺവെഡ് റിലേഷൻസ് ഒന്നും ഉണ്ടാവാം. ഇത് ഏത് മാസം വരെ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു സാധാരണ കേട്ടിട്ടുണ്ട്, ഒരു 3 months. അബോർഷൻസ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 24 weeks വരെ അനുവദനീയമാണ്. 24 weeks, 6 മാസം. ഇത്തരം അവസ്ഥകളെ കുറിച്ച് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു തിരിച്ചറിവും തിരുത്തലും വേണ്ടി വരുന്നെങ്കിൽ എവിടെയൊക്കെയാണ് അത് വേണ്ടത്? അത് സാധ്യമാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു രണ്ടാമത്തെ വിഷയമാണ്. ഇത് നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മൾ ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന പോലെ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, യു ക്യാൻ ഹാവ് ഹെൽത്തി റിലേഷൻസ്. പക്ഷേ ഇതിനെല്ലാം ബാധിക്കുന്ന പെൺകുട്ടികളെയാണ്. ആൺകുട്ടികളെ അത്രയധികം ബാധിക്കില്ല, പക്ഷേ മാനസികമായി ബാധിക്കപ്പെടുന്ന ആൺകുട്ടികളുണ്ട്. നമ്മൾ തന്നെ കുറച്ച് നാൾ മുമ്പല്ലേ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ കുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു? അവൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നല്ല പേരൻസ് ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടെങ്കിൽ പോലും അവൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം അവൾ സൊസൈറ്റിയെ പേടിച്ചാണ് ചെയ്തത്, അല്ലേ? സൊസൈറ്റി ഒരു പ്രോബ്ലമാണ്. സൊസൈറ്റി ഒരു പ്രോബ്ലമാണ്. സൊസൈറ്റിയിൽ ഞാൻ ഉൾപ്പെടും, നിങ്ങൾ ഉൾപ്പെടും, എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് സൊസൈറ്റി. അതിൽ വളരെ അപൂർവം പേര് മാത്രമേ മാറി നിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെല്ലാം നമുക്ക് ആ ഒഴുക്കിൽ പോകാനേ പറ്റുള്ളൂ. ആ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കാനേ പറ്റൂ. സൊസൈറ്റിക്കെതിരെ നമ്മൾ നീന്തിയാൽ പ്രശ്നങ്ങളുണ്ടാവും. എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരോട് പറയേണ്ടി വന്നത്? എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഒരു പെൺകുട്ടി, ഒരു ചെറിയ കുട്ടി, ഒരു 40 കിലോ വരും, വലിയ ഒരു പെൺകുട്ടി എൻ്റെ ഒപിയിൽ വന്നു. അന്ന് 4 months പ്രഗ്നൻ്റ് ആണ്. ഒറ്റയ്ക്കാണ് വന്നത്. അബോർഷൻ വേണം. ഒരു 20 വയസ്സ് അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കരഞ്ഞു വിളിച്ചു. ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരൂ, ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അമ്മ വരണം എന്ന് പറയുന്നത് ഇൻസിസ്റ്റ് ചെയ്യാൻ കാര്യം 4 months പ്രഗ്നൻസി അബോർഷൻ ആകുമ്പോൾ ബ്ലീഡിങ്ങിനൊക്കെ പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ആ കുട്ടി തന്നെ ഒരു ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്. പിന്നെ അപ്പോൾ നമുക്കൊരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടി പിന്നെ കുറേ നാൾ കണ്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ വന്നു. ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഡോക്ടർ അബോർഷൻ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൾ എത്രയോ രൂപ അമ്മയുടെ നിന്ന് മേടിച്ചു. മനസ്സിലായ? ഡോക്ടർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ. പക്ഷേ പിന്നെ ആ കുട്ടി നമ്മുടെ അടുത്ത് വന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾ 5 months പ്രഗ്നൻ്റ് ആയി. അവൾക്ക് ആ പൈസയും അവൾ വേറെ എന്തിനോ ചിലവാക്കി. ആ അമ്മ എന്ന് പറയുന്നത് ഒരു 5 വീട്ടിലെങ്കിലും ജോലിക്ക് പോയി ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ്. ചിന്തിച്ച് നോക്കണം. അച്ഛനില്ല, അച്ഛൻ ഉപേക്ഷിച്ച് പോയത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഈ അമ്മയോട് ഈ ചതി ചെയ്തത്. ചതി എന്നൊക്കെ പറഞ്ഞാലും അല്ല, ഇങ്ങനെ പോയി വേറൊരാളിനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി പ്രഗ്നൻസി ആവുമ്പോൾ അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ ആ കുഞ്ഞിനെ വളർത്തണം അവർ, അല്ലേ ചങ്കൂറ്റത്തോടെ അവർ എബോർഷൻ ചെയ്യണം. ഇതിൽ രണ്ടിലേതെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് രണ്ടും ചെയ്യാതെ ഇവർ അതിൻ്റെ അമ്മയോട്ട് വിഷമിപ്പിക്കുന്നു, സൂയിസൈഡ് ചെയ്യാൻ പോവാ ചിലപ്പോൾ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ എന്ന് പറയുന്ന ഒരു സൂയിസൈഡാണ്, അല്ലേ? അല്ലെങ്കിൽ ഈ കാരണം ആരാണോ കാരണക്കാരൻ അവൻ അവളെ
എത്രയോ കേസുകൾ കണ്ടിരിക്കുന്നു അവനെ കൊല്ലുന്നത്. അപ്പം ഇതെല്ലാം ഒഴിവാക്കണേ നമ്മൾ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ട്, ആ സോഷ്യൽ ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ എഗൻസ്റ്റ് ദ സൊസൈറ്റി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ കുഞ്ഞിലെ പേരൻസും ടീച്ചേഴ്സും പിന്നെ സാമൂഹ്യ പ്രവർത്തകരും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തോ തെറ്റായിട്ടാണ് ഇപ്പോഴും. തീർച്ചയായും ഇതൊക്കെ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടാണ് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പോലും കണക്കാക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട് സ്കൂളുകളിൽ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ബോൾഡാണ്. പിന്നെ ചില കുട്ടികൾ ഈ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്നതാണ്. അപ്പോൾ ഈ പേരൻസിനും സൊസൈറ്റിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കരുത്. തീർച്ചയായും അങ്ങനെ വേണം, നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മളുടെ ഒരു അരാജകത്വത്തിലേക്ക് പോകുന്നൊരു സൊസൈറ്റി നല്ലതല്ല. കാരണം ഈ മേഡേഴ്സ്, സൂയിസൈഡ്സ് ഇതെല്ലാം വളരെ കൂടും. അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കില്ലേ? ഡോക്ടറിന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്, ഇങ്ങനെ ഒരു വിവാഹേതര ബന്ധം ഉണ്ടാക്കുമ്പോൾ ഒറ്റപ്പെടുന്നത് എപ്പോഴും പെണ്ണാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? 150% പെൺകുട്ടികളുടെ പേരൻസുമാണ് ഒറ്റപ്പെടുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. കമ്മ്യൂണിറ്റി മെഡിസിൻ, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. കാരണം കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അങ്ങനെ പ്രിവെൻഷൻ, അതാണ് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നാണ് എൻ്റെ പഴയ. അപ്പോൾ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലെ ഈ മെറ്റേണൽ ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് വലിയ ചാപ്റ്ററാണ്. ഈ സമൂഹത്തിൽ പെൺകുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുക, അതൊക്കെയാണ് ഞങ്ങൾ പഠിക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ പറയും, കോണ്ടം ഓഫർ ചെയ്യണം യങ്സ്റ്റേഴ്സിന്. അപ്പോൾ ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ ഇതൊന്നും എക്സ്പോസ്ഡ് അല്ല. എന്താണ് ഈ പറയുന്നത്? കോണ്ടം ഓഫർ ചെയ്യണം കുട്ടികൾക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ശരിയാണ്, പ്രിവെൻഷൻ ഇസ് ദ കീ. കാരണം എല്ലാ കുട്ടികളോടും അറ്റ്ലീസ്റ്റ് അസുഖങ്ങൾ ഒഴിവാകാം, അൺവാണ്ടഡ് പ്രഗ്നൻസീസിൻ്റെ റേറ്റ് കുറയ്ക്കാം. കോണ്ടം 100% ഇഫക്റ്റീവ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു 40% വരെ അതിന് ഫെയിലിയർ റേറ്റും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 60% പ്രഗ്നൻസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം. തീർച്ചയായും നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. ഞാൻ സമൂഹത്തിനെ വെല്ലുവിളിക്കുകയൊന്നുമല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൻ്റെ അവരുടെ ഒരു പോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വളരെ നല്ലതാണ്. ഈസിലി അവൈലബിൾ ആക്കണം കുട്ടികൾക്ക്. ഇന്നത്തെ ഈ പിള്ളേരുടെ ഇങ്ങനെയുള്ളൊരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഒരു ഡോക്ടറിനൊക്കെ ദേഷ്യം തോന്നാറുണ്ടല്ലേ? ശരി, ഡോക്ടർ എന്ന നിലയിൽ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു അമ്മയെന്നുള്ള നിലയിൽ എനിക്ക് ദേഷ്യമല്ല, വിഷമമുണ്ട്. എന്തോ പഴയ ആളായതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉപദേശിക്കാറുണ്ടോ ആരോടെങ്കിലും? ഒരിക്കലും ഉപദേശിക്കില്ല. പാടില്ല എന്നാണ്? ഉപദേശിക്കാൻ പാടില്ല. നമ്മളെ കോടതി കയറ്റുവർ ഒന്നും ചോദിക്കില്ല. ദേ ആർ വെരി ബോൾഡ്. ഡോക്ടർ, ഐ എം പ്രഗ്നൻറ്റ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ്. ഇത്രയേ ഉള്ളൂ. ചോദിക്കാൻ പാടില്ല. പിന്നെ ചിലരോടൊക്കെ ഞാനിങ്ങനെ ഉപദേശിക്കും, ഇങ്ങനെ സൂക്ഷിക്കണം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാം, എക്ടോപിക് പ്രഗ്നൻസി, അങ്ങനത്തെ കേസസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആവും, പക്ഷേ ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കും, സർജറി വേണ്ടി വരും. അത് ചിലപ്പോൾ ഈ കുട്ടികൾ ആരോടും പറയാതിരുന്ന് വീട്ടിലിരുന്ന് ബ്ലീഡ് ചെയ്ത് ഡെത്ത് ആവാം. അതൊന്നും ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിലേക്കും തള്ളി വിട്ടിട്ട് പോകാറുണ്ടോ? ഇല്ല. യൂഷ്വലി പാർട്ട്ണറും വരാറുണ്ട്. ഇനി വളരെ അപൂർവമായിട്ടൊക്കെ വരാതിരിക്കുമോ? അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണുന്ന തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയുള്ള ആൾക്കാർ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ, കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ തന്നെ അവർക്ക് പൈസ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ പൈസ ഉള്ളവരെ നമ്മുടെ ഹോസ്പിറ്റലിൽ, അതാണ് ഞാൻ കാണുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ അല്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം ഈ അമ്മ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് ഇല്ല, അത് നഷ്ടപ്പെടുന്നുണ്ട്. അബോർഷൻ ചെയ്യാനൊന്നും പ്രയാസമില്ലാതായി മാറും.
ഞങ്ങളുടെ തലമുറ അങ്ങനല്ല. അയ്യോ അബോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമമായിരുന്നു, ഭയവും ഉണ്ടായിരുന്നു. പ്രണയത്തിന്റെ സ്വഭാവം മാറി, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നി. പ്രണയത്തിന്റെ സ്വഭാവം മാറിയത് മാത്രമല്ല, ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ്. പണ്ടും ഇതൊക്കെ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇന്ന് ഓയോ റൂംസ് ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? പണ്ട് അതില്ല. ഇവർക്ക് സ്ഥലമില്ല, സാഹചര്യമില്ല, പണമില്ല. ഈ 3 സാഹചര്യം ഒത്തു വരുന്നതുകൊണ്ടാണ് അല്ലാതെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാഹചര്യങ്ങൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ഒപ്പം സോഷ്യൽ മീഡിയ കൊടുക്കുന്ന അതുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, അത് വളരെ വലിയത്. മിക്ക കുട്ടികളും ജോലി കിട്ടി മറ്റ് സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് അബോർഷന് വരുന്ന കുട്ടിയുടെ വീട് ചിലപ്പം വേറെ സ്ഥലത്തായിരിക്കും. അവരിവിടെ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നവരായിരിക്കും. എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുടുംബം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കാര്യമാണ്. കുടുംബം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധം വേണം, അതിൽ കുഞ്ഞുങ്ങളും വേണം. എന്നാലല്ലേ ഒരു കുടുംബം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടുന്നത് നിങ്ങൾ ആദ്യം മുതൽ തന്നെ വിശ്വാസ്യത അത് കീപ്പ് ചെയ്യണം, അല്ലേ? നിങ്ങൾ കുറച്ച് നേരത്തെ കുടുംബം സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം സെറ്റാക്കിയിട്ട് കുടുംബം സ്റ്റാർട്ട് ചെയ്യാനിരുന്നാൽ നമുക്ക് ശരിയാവില്ല, അല്ലേ? ഇൻഫെർട്ടിലിറ്റി അതെല്ലാം വരും. ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങൾ മാഡം ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ശരി, അതെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് പോവും. നിങ്ങൾ നമുക്കെന്താ പറയുക, നമുക്കൊരു ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പം നമുക്ക് വേണം എന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ, അല്ലേ, കൂടുതൽ ജോലി ചെയ്യും. അല്ലാതെ വരട്ടെ, എനിക്ക് ജോലി കിട്ടട്ടെ, ഞാൻ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതം പോകും. നമുക്ക് ആരും എക്സ്റ്റെൻഡഡ് ലൈഫ് തരത്തില്ല. തീർച്ചയായും നമ്മുടെ ശരീരത്തിന്റെ ചേഞ്ചസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ അങ്ങനെയാണ്, എനിക്ക് ഫ്രീഡം വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു കാലഘട്ടമുണ്ട്. നമ്മുടെ പേരൻസൊക്കെ നമ്മളെ വിട്ടുപോകുന്നൊരു സമയമുണ്ട്. സഹോദരങ്ങൾ അവരവരുടെ ജീവിതമായിട്ട് പോകുന്നൊരു സമയമുണ്ട്. ഫ്രണ്ട്സ്, എവർലാസ്റ്റിംഗ് ഫ്രണ്ട്സ് ഒന്നും ആർക്കും കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ മാത്രമേ ഉണ്ടാവുള്ളൂ. NN കക്കാട് പറഞ്ഞ പോലെ, അല്ലേ? പരസ്പരം ഊന്നുവടികളായി നിൽക്കാൻ നിങ്ങളുടെ പാർട്ട്ണറേ കാണുള്ളൂ. അതിന് ഏറ്റവും വേണ്ടത് എന്താ? പരസ്പര വിശ്വാസം മാത്രം മതി. നിങ്ങൾ ധനം ഉണ്ടാക്കണ്ട, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള, കാരണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണെന്ന് ഞാൻ പറയുള്ളൂ, അല്ലേ? അതിലേ ഉള്ളൂ എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക്. അതിനകത്തേ ഉള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ആ ഒരു ബന്ധം അവസാനിച്ച് കഴിയുമ്പോൾ അത് അവസാനിക്കും. 2 പേർ കൂടെ ഒരുമിച്ച് ഈ ലോകം വിട്ടുപോകാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തിൻ്റെ ശൂന്യത. തീർച്ചയായും. കാരണം എൻ്റെ അച്ഛൻ മരിക്കുന്ന 78ാമത്തെ വയസ്സിലാണ്. അന്ന് അമ്മയ്ക്ക് 76 വയസ്സ്. അതുവരെ വളരെ ഭയങ്കര അമ്മ വളരെ സ്റ്റക്കായിപ്പോയി. പക്ഷെ ഇപ്പോൾ അമ്മ റിക്കവർ ചെയ്തു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത് മക്കളൊന്നും നമുക്ക് ശാശ്വതമല്ല. അവർക്ക് അവരുടേതായ ലൈഫിൽ അവർ പോവും. അതുപോലെ നല്ലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് അതെല്ലാം ഒഴിവാക്കണം. കാരണം അത് ആ വിശ്വാസ്യത പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഈ മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ളവരാകുമ്പോൾ ഈ ഭർത്താവിനോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാം കുറയും, അല്ലേ? വെറും ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ലൈഫിലോട്ട് പോകും. ആഹാരം വെച്ച് കൊടുക്കുക, വീട് നോക്കുക, ആ ഒരു ലൈഫ്. അങ്ങനെയല്ലല്ലോ വേണ്ടേ. നിങ്ങൾ ഹോൾ ഹാർട്ടഡ്ലി, കാരണം ഈ ഭാര്യയും ഭർത്താവും ഏകദേശം ഒരേ തലമുറയിലുള്ളവരാണ്. ഒരു 5-8 വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലേ കാണുള്ളൂ. അപ്പോൾ അവർക്കേ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഈ മക്കളെന്ന് പറയുമ്പോൾ അടുത്ത തലമുറയായി, പേരൻസ് എന്ന് പറയുമ്പോൾ അത് പ്രീവിയസ് തലമുറയായി. അവർ തമ്മിലുള്ള ഇഴുകിച്ചേരൽ പോലല്ല ഈ ഒരേ തലമുറയിലുള്ളവർ. അവർക്ക് ഫ്രണ്ട്സും ആവാം, പാർട്ട്ണറും ആവാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വിവാഹം വേണം, കുടുംബം വേണം, അതാണ് നല്ലത്.